ഹായ് പ്രണവ് മോംസ്ലോ ആണ്. ഇന്ന് നമ്മൾ വന്നത് ചാലിയാർ ഓഡിറ്റോറിയത്തിൽ നിയർലി ഒരു 2500 ആൻഡ് എബോവ് പാക്സ് ആൾക്കാർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോംസ്ലോ ഇവന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് വന്ന് ഇന്നിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ഇസ്ലാമിക് ബുഫേ അറേഞ്ച്മെന്റ് ആണ്. അപ്പം നമ്മൾ എൻജോയ് ക്രൂ ആൻഡ് ഇതാണ് നമ്മൾ എൻജോയ് പില്ലേഴ്സ്. ഇവരെ ഹാർഡ് വർക്കിംഗ് കാരണമാണ് ഏറ്റവും കൂടുതൽ ഒരു ഇവന്റ് സക്സസ് ആവുക. അപ്പം നമ്മൾ എൻജോയ് ക്രൂസും കാര്യങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ക്ലയൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ എന്തായാലും ചെറിയൊരു ബ്രീഫിങ്ങും കാര്യങ്ങളും കൊടുക്കും. സോ ഗുഡ് ഈവനിങ് ഗൈസ്. നമ്മളെ ഇവന്റിന്റെ ടാഗ് ലൈൻ എനിക്കൊന്ന് ഉറക്കനെ പ്രൊനൗൺസ് ചെയ്ത് തരാൻ പറ്റോ? എന്താണ് നമ്മളെ ഇവന്റിന്റെ ടാഗ് ലൈൻ? യെസ്. അപ്പം ഇന്ന് ബ്രോ നമ്മൾ ഏകദേശം ക്ലയൻറ്റ് വരുന്നത് 2500 ആൾക്കാരുടെ പ്രോഗ്രാമാണെന്ന് നമ്മളിവിടെ എല്ലാവരും ചെയ്യാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് ബ്രോ നമ്മളിന്ന് ഇവന്റ് സൈഡിൽ ഓവർ നമുക്ക് ടാസ്ക് ഇല്ല, കാറ്ററിംഗ് സൈഡിലാണ് കുറച്ചും കൂടി ടാസ്ക് ഇല്ല. അപ്പം ഈ വർക്ക് നിയർലി 3-4 ആൾക്കാർ കൊട്ടേഷൻ ചെയ്തിട്ട് പിടിക്കാൻ നോക്കിയവിടുന്ന് നമ്മളെ ഫുഡും സർവീസും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ ബുക്ക് ചെയ്ത ക്ലയൻറ്റാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്ക് ഇല്ലത് നിങ്ങളെ സർവീസാണ്. ഏറ്റവും ബെസ്റ്റ് സർവീസിന് നിങ്ങളെ സൈഡിൽ നിന്ന് എന്തായാലും നമുക്ക് അഷ്യൂർഡ് ചെയ്ത് തരണം. നിങ്ങൾ ചെയ്യുന്നില്ല ഒരു കോൺഫിഡൻസ് എനിക്ക് എന്തായാലും ഉണ്ട്. പക്ഷേ പിന്നെ അടുത്തുനിന്ന് ഒരു നെഗറ്റീവ് നമുക്ക് വരാൻ പാടില്ല. കാരണം ഇന്ന് നമുക്കിവിടെ വരുന്ന ക്ലയൻസ് ഒക്കെ നമ്മൾ കാണേണ്ടത് നമ്മൾ VIP ഗസ്റ്റാണ്. അവരിനി VIP ആണോ നോൺ VIP ആണോ എന്ന് നമ്മൾ ബോധേഡ് ചെയ്യേണ്ട. പക്ഷേ നമുക്ക് അവർ VIP ആണ്. അപ്പം നമ്മൾ അവർക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സർവീസ്, കാരണം ഇസ്ലാമിക് ബുഫേൻ്റെ മെയിൻ അത് മീനിങ് ആയിട്ട് പറയുന്നത് തന്നെ അത്രയും ലെവലിൽ നമ്മൾ പൊളൈറ്റായിട്ട് സെർവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർവീസ് അവർ ചൂസ് ചെയ്തത്. ഒരു കാരണവശാലും നമുക്ക് നെഗറ്റീവ് എന്ന് വരാൻ പാടില്ല. അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ ബോയ്സ് ഒരാളും ക്ലയൻറ്റിനെ ചേട്ടാ ചേച്ചി അല്ലെങ്കിൽ വേറൊരു റഫ് ആറ്റിറ്റ്യൂഡിലുള്ള ഫേസ് വരരുത്. ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് നിൽക്കുക. എല്ലാവരും ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പം ആ കഴിക്കുന്ന ആൾക്കാർക്ക് എന്താ ഭയങ്കര ഫീലായിരിക്കും. എനിക്കാണെങ്കിൽ പോലും ഞാനിപ്പോൾ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരാൾ ഫുള്ള് റഫ് ടോൺ ഇട്ടിട്ട് ഞാൻ കുറേ സ്ഥലത്ത് കുറേ മാരേജിന് ഞാൻ പോയോടത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇവൻറ്റ് പ്ലാനർ ആണോ എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല. ഞങ്ങളത് കറക്റ്റ് നോട്ടീസ് ചെയ്യുക. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഇവൻറ്റ്സിൽ വരാൻ പാടില്ല. ഇത്രയും കാലമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഒരു കാരണവശാലും അത് വരാൻ മാക്സിമം ചിരിക്കുക. സർ മാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കുനിഞ്ഞ് നിന്ന് നിങ്ങൾ ആ ഫുഡിൻ്റെ പേര് നിങ്ങളെ കൈമിലുള്ള ഫുഡ് ഏതാ അത് വേണമെന്ന് ചിരിച്ചുകൊണ്ട് കൊടുക്കുക. അത് നമുക്ക് മസ്റ്റായിട്ട് നിങ്ങളെ സൈഡിൽ നിന്നൊക്കെ വേണ്ട കാര്യങ്ങളാണ്. ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട സാധനം ആരും കുറച്ച് നേരത്തേക്ക് ഫോണും കാര്യങ്ങളൊന്നും നമ്മൾ ആരും യൂസ് ചെയ്യണം. കാരണം ഇന്ന് ഇത്ര നേരത്തേക്ക് നമ്മൾ വന്ന് ഈ ഹാർഡ് വർക്ക് ചെയ്തത് ഈ ഇവൻറ്റ് സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലയൻറ്റ് നമ്മൾ അത്ര വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. പിന്നെ ഇത്ര ഒരു ഏരിയയിലേക്കാണ് 2500 ആൾക്കാർ വരാൻ പോകുന്നത്. അപ്പം നമുക്കത് കുറച്ച് റിസ്കി ഫാക്ടറാണ്. പക്ഷേ എന്നാൽ പോലും ഈ ബോയ്സ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ. ക്ലയൻറ്റ് ഒരു നെഗറ്റീവ് നമുക്ക് പറയാൻ പാടില്ല. അവർക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസ് ആൻഡ് ബെസ്റ്റ് ഔട്ട്. കാരണം ദൈവം സഹായിച്ചിട്ട് ഫുഡ് നമ്മൾ ഏറ്റവും ബെസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഡെലിവറി ചെയ്യാനില്ല, ബാക്കിയുള്ള ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റാലിറ്റി എല്ലാം നിങ്ങളെ കൈമിലല്ലേ. അപ്പം നിങ്ങൾ ഏറ്റവും ബെസ്റ്റിൽ സെർവ് ചെയ്യുക. അതാണ് ഇപ്പം നിങ്ങളെ ഏറ്റവും വലിയ ഡ്യൂട്ടി. കാരണം ഹോസ്പിറ്റാലിറ്റി ആണ് ഇവൻറ്റിൽ ഫുഡ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ബെസ്റ്റ്. അതാണ് ക്ലയൻറ്റ് ഏറ്റവും കൂടുതൽ നോട്ടീസ്. ഫുഡ് അടിപൊളിയായിരിക്കും, പക്ഷേ അവിടുന്ന് ഒരു ബോയ് വന്നിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ റഫ് ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവൻറ്റിൻ്റെ കംപ്ലീറ്റ് പേരും പോവും. ആ ഫുഡ് എത്ര ടേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കുമ്പം അത്രയും സ്നേഹത്തോടെ കൂടെ വിളമ്പി കൊടുക്കുക. അത് നിങ്ങളെല്ലാവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് വേണം. അത് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് തന്നിരിക്കണം. കാരണം നിങ്ങളെ വേറെ ഒരു കാരണത്തിന് ഞങ്ങൾ ആരും ഇടപെടാൻ നിൽക്കില്ല. പക്ഷേ നിങ്ങളെ ഉത്തരവാദിത്തം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക. ഒരു നെഗറ്റീവ് കാര്യങ്ങളും വരരുത്. പിന്നെ ഫുഡിൻ്റെ ഫില്ലിങ്ങിൻ്റെ കാര്യം ഓവർ നമുക്ക് ഡംപായിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കേണ്ട. ഫ്യൂലും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ആവശ്യത്തിനില്ല ഫുഡ് മാത്രം ഇവിടെ വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. കിച്ചണിൽ നിന്ന് ചൂടോടുകൂടി ഫുഡ് കൊടുക്കുക. കാരണം ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഞങ്ങൾ ക്ലയൻസിനോട് ചോദിക്കും ഫുഡ് ആൻഡ് സർവീസ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് സർവീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബാഡായിട്ട് വരുന്ന കാര്യമാണ്. നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് ഈ ക്ലയൻറ്റ് വരുന്ന ഫുഡ് കഴിക്കുന്നതിൻ്റെ സ്പോട്ടിൽ നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഫുഡ് എങ്ങനെയുണ്ട്, സർവീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിരിക്കും. അത് ചോദിച്ചിരിക്കുന്ന ടൈമിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വരാൻ പാടില്ല. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബാക്കി ഈ ചെയർ അറേഞ്ച്മെൻറ്റ്, ഈ ചെയർ, ഈ ടേബിൾ, ഇവിടുത്തെ എൻ്റയർ സെറ്റപ്പ് എങ്ങനെയാണ്, ഈ സെറ്റപ്പ് പ്രോഗ്രാം കഴിയണ വരെ ഉണ്ടാവണം. അതേപോലെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ദയവായിട്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വരുത്തിക്കാൻ ഒരു ബോയ്സും ക്ലീനിങ് സെഗ്മെൻറ്റിൽ ആരാ നോക്കുന്നത് അത് പ്രത്യേകിച്ച് നോക്കണേ. കാരണം കുറച്ച് അവരെന്തായാലും പുറത്ത്, കാരണം കുറേ സ്ഥലത്ത് ഞങ്ങൾ തന്നെ കാണും, നമ്മൾ ഇവൻറ്റിൽ അതില്ല, പക്ഷേ പുറത്ത് കുറേ സ്ഥലത്ത് കാണുന്നത് ആ മുമ്പത്തെ ഏരിയയിൽ കഴിച്ച വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ദയവ് ചെയ്ത് ക്ലീനിങ് സ്റ്റാഫ് അത് എന്തായാലും
ആ ക്ലീൻ ചെയ്ത് ഇതിപ്പോൾ എങ്ങനെ നമ്മൾ ടേബിൾ ഇതേപോലെ നിന്ന് ഈ ടേബിൾ അറേഞ്ച്മെൻറ്റിൽ തന്നെ ലാസ്റ്റും നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും. വന്നിരിക്കുന്നവർക്ക് അത് ഭയങ്കര ഹാപ്പിയായിരിക്കും. കാരണം കുറച്ച് ആൾക്കാർ വന്നിരിക്കുന്ന ടൈമിൽ വേറെ ആൾക്കാരെ കഴിച്ച വേസ്റ്റ് അതിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കും. അപ്പം ആ ഒരു ടാസ്ക് നമ്മളെ കാര്യത്തിൽ ഉണ്ടാവരുത്. എങ്ങനെ ഈ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഈ അറേഞ്ച്മെൻറ്റ് ലാസ്റ്റ് വരെ ഷുവറായിട്ടും ഇതേ ഒരു നീറ്റ്നെസ്സിൽ കിട്ടണം. ഒരൊറ്റ ക്ലയൻറ്റ് ബ്രോ അതിന് നമ്മൾ ക്യാപ്റ്റന്മാർ മസ്റ്റായിട്ട് നോക്കണം. ഒരൊറ്റ ക്ലയൻറ്റ് നമുക്ക് നെഗറ്റീവ് പറയാൻ പാടില്ല. കാരണം ഫുഡ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഡെലിവറി റെഡിയാണ്. പക്ഷേ ഇനി അടുത്ത സർവീസിൻ്റെ കാര്യത്തിൽ ഒരു നെഗറ്റീവ് നമുക്ക് വരാൻ പാടില്ലാത്ത രീതിയിൽ വേണം എല്ലാവരും അത്രയും കാര്യങ്ങൾ ചെയ്യാൻ, അത്രയും പ്ലസൻ്റ് ആയിട്ട് സെർവ് ചെയ്യാം. നിങ്ങൾ സെർവ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ പിന്നും പറയുന്നത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ക്യാപ്റ്റന്മാരോട് പറയാം. പക്ഷേ അത് ഒരിക്കലും നിങ്ങൾ ക്ലയൻറ്റിൻ്റെ ഫേസിൻ്റെ എടുത്ത് ഇനി ക്ലയൻറ്റ് എന്തെങ്കിലും ഹാർഷായിട്ട് നിങ്ങളോട് പെരുമാറിയാൽ പോലും നിങ്ങൾ ഒരാളും ഹാർഷ് ആവാനോ നിങ്ങളെ മുഖം മാറാനല്ലേ, ചിരിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്ത് പോവുക. കാരണം നമ്മളെ ഡ്യൂട്ടി അതാണ്. ആ ഡ്യൂട്ടി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക, ബെസ്റ്റ് ഔട്ട്പുട്ട് എന്ന് കിട്ടണം, ബെസ്റ്റ് റിസൾട്ട് എന്ന് കിട്ടണം. ഒരു ക്ലയൻറ്റ് നെഗറ്റീവ് പറയാൻ പാടില്ല ബ്രോ ഗൈസ്. അപ്പം അത് കറക്റ്റ് നോട്ട് ചെയ്യുക. അത് മാത്രമേ ബ്രോ. ബഷീർക്കാ നമ്മളിത് ഇപ്പം ഏതൊരു ഗസ്റ്റ് വന്നാലും നമുക്ക് അവർക്ക് എടുത്ത് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഫുൾ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു മെയിൻ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ നമ്മൾ ബ്രൈഡിൻ്റെ സൈഡിലത്തെ ഗസ്റ്റ് വന്നാൽ അവർക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ഇരുത്തിച്ച് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗസ്റ്റ് കംപ്ലീറ്റ് റിസർവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫുഡ് ഓക്കെയാണ്. ഫുഡ് കയറിയില്ല നമ്മളത് റൈസ് ദമ്മ് നിങ്ങളിപ്പോൾ യെസ് പറഞ്ഞ ദമ്മ് ഒട്ടിയാ കയറ്റത്രേ ഉള്ളൂ. അൻസേ ഇത് 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 ക്ലോസ് ചെയ്ത ആള്, കാരണം ഇത് ആ മെയിൻ ഗസ്റ്റിന് പോയിക്കോട്ടെ. ബാക്കി ഈ 3 കൗണ്ടർ ഓപ്പൺ ചെയ്യാം. അത് 3 ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലാസ്റ്റിലോട്ട് ഇരിക്കാം. അവിടെ ആ ഏരിയ ഫുള്ള് തുറന്നിട്ടുണ്ട് സാർ. ആ ലാസ്റ്റിലോട്ട് ഇരിക്കാം. അതാണ് കൗണ്ടർ സ്പോട്ട്. ബാക്കിയുള്ള കൊടുക്കും നിങ്ങൾ കഴിക്കും അത് ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിളമ്പി തരാൻ വേണ്ടി വന്നതാ. നിങ്ങൾ കഴിക്കുന്നു. ഞങ്ങളെ മെയിൻ ഐറ്റം ബിരിയാണി ഉണ്ട്. ബിരിയാണി ഞങ്ങൾ കഴിക്കുന്നത് നിങ്ങളതാ കഴിച്ചത്. മന്തിനെ കണ്ട അടിപൊളി ബിരിയാണി സാർ. ഞങ്ങളെ ബിരിയാണി കഴിക്കാം. ഓ കഴിക്കും. മോംസ് ലോ ഇവന്റ് മാനേജ്മെന്റ് എന്നാ നിങ്ങളുടെ ഓഫീസ് തന്നെ. കാലിക്കറ്റ്, തിരൂർ, എടപ്പാൾ. കാലിക്കറ്റാ മെയിൻ. അല്ല സാർ ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയാം. ആടല്ല ഇതുണ്ടോ? ഫിഷിൻ്റെ ഇതുണ്ടോ? ആടിൻ്റെ പേര് ഇതാണോ വെച്ചേ? കുട്ടൻ്റെ നല്ല ബിരിയാണി ഉണ്ട്. കഴിക്കണം. നിങ്ങൾക്ക് മട്ടനെക്കാട്ടി അടിപൊളി നല്ല അടിപൊളി ഫിഷ് തരാ. ഏതാ സാധനം നിങ്ങൾ കഴിച്ചിട്ട് പറഞ്ഞിരി. ഫിഷ് കഴിച്ചോ? നിങ്ങൾ കഴിച്ചിട്ട് പറയണം. ആ ഫിഷ് താവാ, ഫിഷ് താവാ ആയിക്കോടാ. ഫുള്ളിട്ടെ ബിരിയാണി മറ്റേ ബീഫ് ബിരിയാണി അല്ലേ? ആ കുട്ടൻ്റെ ഇളയ കുട്ടൻ്റെ വെച്ചിട്ടുള്ള ഫുഡ്. നിങ്ങൾക്ക് അടുത്ത സാധനം കൂടെ തരാം. ഇവിടെ ഉണ്ട് സാധനം. ഫുഡ് ഓക്കെയാണോ സാർ? എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ ഫുഡിൻ്റെ? സാർ നമ്മൾ ബിരിയാണി കഴിച്ചിരുന്നോ? ആ സാർ ഞങ്ങളെ മെയിൻ ഐറ്റം ബിരിയാണിയാണ്. കുട്ടൻ ബിരിയാണിയാണ് ഞങ്ങളെ മെയിൻ ഐറ്റം വരുന്നത്. കുട്ടൻ ബീഫ് ബിരിയാണി കൊടുക്കണം. അത് കഴിക്കണമല്ലോ. കാരണം അല്ല ഞങ്ങളെ മെയിൻ ഒരു ഈ ക്ലയൻ്റ് ആണെങ്കിൽ എല്ലാ ക്ലയൻറ്റും ഞങ്ങളെ വിളിക്കുന്നത് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. സാറ് കഴിച്ചിട്ട് ജെന്യൂനായിട്ട് റൈസും മസാല ബ്രോ നല്ല കൊടുക്കണം. മസാല കൊടുക്കും. മസാല കുറച്ചുകൂടി കൊടുക്കും. അല്ല സാർ അതാ അങ്ങനെ കഴിക്കണത്. മോംസ് ലോ ഇവന്റ് മാനേജ്മെന്റ്. മസാല കൊടുക്കും. നിങ്ങളുടെ മെയിനായിട്ട് കോഴിക്കോട്ടിൽ ഫറൂഖ്, തിരൂർ, എടപ്പാൾ അങ്ങനെ 3 സ്ഥലത്താണ് ഓഫീസ് വരുന്നത്. സാർ കഴിക്കാം. ഫുള്ള് കഴിച്ചിട്ട് ഞാൻ യെസ് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. കാരണം ഞാൻ അതാ പറഞ്ഞത് സാർ. ഞങ്ങൾ എന്താ വെച്ചാൽ ആ ഒരു അല്ലല്ല എല്ലാം ഇവിടുന്ന് കുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ പുറത്തുനിന്നൊന്നല്ല
സാർ അത് കറക്റ്റ് കഴിക്കണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്തെങ്കിലും സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം. ഓക്കെ ആണോ? അല്ലേ, അത് കേട്ടാൽ മതി സാർ. കാരണം നിങ്ങളത് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് അടുത്ത കൂടുതൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആണോ? ഓ സാർ, അടിപൊളി. അപ്പോൾ സാറിന് അറിയാലോ ഫുഡിനെ കുറിച്ച് ക്വാളിറ്റി എന്താണെന്നുള്ളത്. പറഞ്ഞ 100% നല്ല അത് കേട്ടാൽ മതി. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളോട് ടെൻഷൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് 2 ദിവസം ഫുഡ് ബാക്കിയുള്ളൂ. ആള് കൂടിയാലും കുറഞ്ഞാലും എത്രയാന്ന് വെച്ചാൽ ഫുഡ് ബാക്കി, അത് നിങ്ങൾക്ക് അല്ലാതെ ഞങ്ങളെ ടച്ച് ചെയ്യണ പരിപാടിയില്ല. എല്ലാവരും പറഞ്ഞു സർവീസും ഫുഡും ഇത് കഴിഞ്ഞിട്ട്